വീണ്ടും പുതുമുഖത്തിനൊപ്പം മമ്മൂട്ടി സിനിമ ബേസിലിനെ നായകനാക്കി ഫാലിമി എന്ന സിനിമയൊരുക്കിയ നിതീഷ് സഹദേവ് മമ്മൂക്കയെ നായകനാക്കി സിനിമയൊരുക്കാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ. എല്ലാം പ്ലാൻ ചെയ്യുന്നത് പോലെ നടന്നാൽ ഉടൻ തന്നെ സിനിമ സ്റ്റാർട്ടാകുമെന്നാണ് അറിയുന്നത്. ഫാലിമി പോലൊരു പടമാകില്ല, പകരം കിടിലൻ മാസ് പടമാകും എന്നാണ് സൂചന. അതേസമയം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ രണ്ട് മമ്മൂക്ക സിനിമകൾ തിയേറ്ററിലെത്തുമ്പോൾ ആരാധകരും സിനിമാ പ്രേമികളും ആവേശത്തിലാണ്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് റിലീസ് തീയതിയിൽ മാറ്റങ്ങളൊന്നുമില്ല. വൈകാതെ തന്നെ ഡൊമിനിക്കിന്റെ പ്രൊമോഷനിലേക്ക് താരം കടക്കും. സീരിയസും കോമഡിയും ഒരുപോലെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ച ട്രെയിലർ സിനിമയ്ക്ക് അല്പം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ബസൂക്കയുടെ പ്ലോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അതിപ്രകാരമാണ്: രണ്ട് അപരിചിതരായ ജോൺ സീസറും ബ്രാഡിയും ഒരു ബസ് യാത്രക്കിടെ കണ്ടുമുട്ടുന്നു. ജോൺ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും കൊച്ചിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സൈക്കോ കുറ്റവാളിയെ വേട്ടയാടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗമാണെന്നും ബ്രാഡി കണ്ടെത്തുന്നു. സൂചനകളും പസിലുകളും മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളും നിറഞ്ഞ മോഷണ കേസുകൾ, കവർച്ചകൾ വർദ്ധിപ്പിക്കുന്ന കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒടുവിൽ വീഡിയോ ഗെയിമുകളെയും ഹാക്കിംഗ് കഴിവുകളെയും ആശ്രയിക്കുകയാണ്. മലയാളത്തിൽ ഇത്തരത്തിൽ ഒരു ഗെയിം ത്രില്ലർ ആദ്യത്തെ അനുഭവം തന്നെയാകും. മേക്കിംഗ് ക്വാളിറ്റി അനുസരിച്ചാകും സിനിമയുടെ വിജയം. ഫെബ്രുവരി 14 ബസൂക്ക തിയേറ്ററിലെത്തും. ഡൊമിനിക്കിന്റെ റിലീസിന് ശേഷം ബസൂക്കയുടെ പ്രൊമോഷൻ ആരംഭിക്കും. കേരളത്തിലുടനീളമുള്ള തിയേറ്ററുകളിൽ സ്റ്റാൻഡീസും പോസ്റ്ററുകളും ഉടനെത്തും. ഡൊമിനിക്കും ബസൂക്കയും രണ്ടും ഇൻവെസ്റ്റിഗേഷൻ സിനിമകളാണ്. രണ്ടും വലിയ വിജയമായി തീരട്ടെ. കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.